اللهم اجعل في سفرنا هذا البر والتقوى ومن العمل ما تحب وترضى اللهم يسر علينا مشقة سفرنا واطوي عنا بعده اللهم إنا نعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في الأهل والمال والولد بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ ഇന്ന് ത്വായിഫിലേക്ക് പോവുകയാണ്. നമ്മുടെ ഉംറ യാത്രയിൽ ഇന്നത്തെ 5ാമത്തെ ഉംറയാണ്. ആ ഉംറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ത്വായിഫിലോട്ട് പോകുന്നത്. 5ാമത്തെ ഉംറ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഉംറ ഹജ്ജിന്റെ മീഖാത്തിൽ നിന്നാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഇതുവരെ സ്പർശിക്കാത്ത നമ്മുടെ ഇന്ത്യക്കാരുടെ ഫ്ലൈറ്റ് മാർഗം വരുന്ന, അതേപോലെ GCC കൺട്രീസുകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇഹ്റാം ചെയ്യുന്ന പ്രതലമാണ് കർമുൽ മനാസിൽ. ഇന്നത് അസ്സൈനുൽ കബീർ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിശാലമായ സംവിധാനം അവിടെ ഉണ്ട്. ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുന്ന ആളുകൾക്ക്, ഹജ്ജിന് വരുന്ന ആളുകൾക്ക് സംവിധാനിച്ച സംവിധാനമാണ് കർമുൽ മനാസിലുള്ളത്. പലപ്പോഴും പല ആളുകൾ ഇഹ്റാം ചെയ്യാതെ ഹറമിലെത്താറുണ്ട്, അല്ലെങ്കിൽ ജിദ്ദയിൽ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങാറുണ്ട്. ഇഹ്റാം ചെയ്യില്ല. ഒന്നാമത് അതിനെ കുറിച്ചുള്ള അവബോധം ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ മീഖാത്തിലേക്ക് മടങ്ങേണ്ടി വരും. ആയിഷ പള്ളിയിൽ പോയിട്ടോ ജാറാനയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഹുദൈബിയയിൽ പോയിട്ടോ ആ ഉംറ ശരിയാവില്ല അവർക്ക്. അല്ലെങ്കിൽ അവർ ഫിദിയ നൽകേണ്ടി വരും. മീഖാത്ത് വിട്ട് കടന്നു കഴിഞ്ഞാൽ അവർക്ക് ഫിദിയ വരും. ഒട്ടകത്തിന് അറുത്ത് കൊടുക്കേണ്ടി വരും, ആടിന് അറുത്ത് കൊടുക്കേണ്ടി വരും. ഇതാ നമ്മൾ കടന്നു പോകുന്നത് മസ്ജിദുൽ ബൈഅയുടെ അടുത്താണ് കേട്ടോ. ഇതാ നമ്മള് മിനായിലെ ടെന്റുകളാണ് ഈ കാണുന്നത്. മിനായിലെ ജംറാത്താണ് ഈ കാണുന്നത്. ഇതാ കല്ലെറിയുന്ന സ്ഥലം. നമ്മൾ ഇന്നലത്തെ യാത്രയിൽ കണ്ടു ജംറാത്തുകൾ. മിനയിൽ കല്ലെറിയുന്ന ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ, ഇങ്ങനെയുള്ള പിശാചിന്റെ പ്രതീകങ്ങളിൽ കല്ലെറിയുന്ന സ്ഥലമാണത്. ഇവിടെ മെട്രോ, ഇവിടുത്തെ ട്രെയിൻ ഓടുന്ന അതിന്റെ സ്റ്റേഷനൊക്കെ ഇവിടെ ഉണ്ട്. മസ്ജിദുൽ ബൈഅ 84ഓളം ആളുകൾ മദീനയിൽ നിന്ന് വന്ന് റസൂലുള്ളാഹിന്റെ കൈപിടിച്ച് ഇസ്ലാം ആശ്ലേഷിച്ച അതിപുരാതനമായ ഒരു പള്ളി ഇതിന്റെ പരിസരത്തുണ്ട്. നിരവധി അനവധി. ഇന്നിപ്പോ നമ്മൾ ഈ കാണുന്ന പോലെയല്ല. ഹജ്ജിന്റെ സമയത്ത് ഇവിടെ ജനനിബിഡമാണ്. പരിശുദ്ധമായ മിനയും അറഫയും മുസ്ദലിഫയും ഹജ്ജിന്റെ സമയത്ത് വന്ന് നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയും. നല്ല ക്ഷീണം എല്ലാവർക്കും ഉണ്ടാവും. നമ്മളെ ഉമ്മമാരൊക്കെ നല്ലൊരു വിധ ആളുകൾ ഹറമിലും അവരെ ഇബാദത്തുകളിലും ധന്യമാക്കുന്നവരാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം തരട്ടെ. 10,000 കോടിയുടെ പ്രതിഫലം ലഭിച്ചവരെ അള്ളാഹു നമ്മൾ ചേർക്കട്ടെ. ഇവിടെയുള്ള മനോഹരമായ കാഴ്ചയാണ്. ഈ ടെന്റ് പണ്ട് കത്തിയിരുന്നു. ഒരുപാട് ആളുകൾ മിനയിൽ വെന്ത് മരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ ടെന്റിൽ അത്ര കൃത്യമായി സൗദി ഗവൺമെന്റ് പരിശോധിച്ച് പെട്രോളും മണ്ണെണ്ണയും ഡീസലും ഒക്കെ ഉപയോഗിച്ച് കത്തൂല എന്ന് ഉറപ്പുവരുത്തിയ ടെന്റുകളാണ്. ആ ടെന്റുകൾ ജർമ്മനി നിർമ്മിതമാണ്. ജർമ്മൻ നിർമ്മാണമാണ് ഇതിന്റെ. നോക്കൂ, നമ്മള് കടന്നു പോകുന്നത് ഹജ്ജിന്റെ വളരെ മഹത്തായ പ്രതലമാണ്. ഇന്നലെ നമ്മള് സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാമിനെ വാപ്പ ഇബ്രാഹിം നബി ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി അറുത്ത സ്ഥലം നമ്മൾ കണ്ടു. അറുക്കാൻ വേണ്ടി കിടത്തിയ സ്ഥലം നമ്മൾ കണ്ടു, മിനയുടെ തായ്വാരം. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജംറാത്തുകൾ ഒന്നുകൂടി നമ്മൾ കാണുകയാണ്. മിനയിലെ പല കാറ്റഗറിയിലുള്ള ടെന്റുകളാണ് കാണുന്നത്. ഇതിന്റെ ആഖിർ ടെന്റ് ജാറാനയിലേക്ക് പോകുമ്പോൾ ഈ നഫക്ക കടന്നാലുണ്ട്.
ആ കാണുന്ന ഇടത്തെ ഭാഗത്തുള്ള ചുമന്ന കെട്ടിടം അത് ഇന്ന് ഉപയോഗശൂന്യമാണ്. അത് ഇവിടെ വർക്ക് ചെയ്യിപ്പിച്ച് അവിടെ ഇട്ടു. ഇന്ന് സൗദി ഗവൺമെന്റിന് അത് ഇനി ഹജ്ജിന്റെ സമയത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അന്ന് വിഐപികൾക്ക് താമസിക്കാൻ ടെന്റുകൾ പോരാ, അവർക്ക് ആ കെട്ടിടം വേണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചതാണ്. പക്ഷെ പണ്ഡിത സഭ എതിർക്കുകയും എല്ലാവരും, ഏത് മുതലാളിയും ഏത് രാജാവും ഏത് വലിയ ആളുകളായാലും ശരി, അവർ ഹജ്ജിന് വന്നാൽ ഈ ടെന്റിൽ കിടന്നുറങ്ങിക്കൊള്ളണം. വളരെ ചുരുങ്ങിയ ദിവസമാണെങ്കിലും ഹജ്ജിന് വരാൻ പോകുന്ന ഹജ്ജൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇപ്പോ വലിയ ചൂടൊന്നും കാണില്ല. ഹജ്ജിന്റെ സീസൺ കഴിഞ്ഞ സീസണിലൊക്കെ ഇവിടെ ആളുകൾ ചൂടേറ്റ് മരിച്ചിട്ടുണ്ട്. എങ്ങനെയായാലും ആളുകള് വിശ്വാസികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമുക്കും അങ്ങനെ ഒരു അവസരം നൽകുമാറാവട്ടെ. നോക്കൂ, ഇത് തുരങ്കപാതകളാണ്. ഇങ്ങനെ ഒരുപാട് പാതകൾ മക്കയില് മദീനയിലൊക്കെ ഉണ്ട്. മക്കയിലാണ് കൂടുതലുള്ളത്. മലകൾ തുരന്നിട്ടുള്ള തുരങ്കപാതകൾ. ഇതൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോ ഇസ്രായേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് ഭീകരരോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഇന്തിഫാദയുടെ പലസ്തീനിന്റെ മക്കളെ നമ്മൾ ഓർക്കുകയാണ്. അവിടെയുള്ള ഹമാസിന്റെ സംവിധാനങ്ങൾ ഓർക്കുകയാണ്. അമേരിക്ക പോലും വിറച്ചു നിൽക്കുകയാണ് അവരുടെ മുമ്പിൽ. ലോക പോലീസായ യാങ്കി അമ്മാവൻ പോലും പേടിച്ചരണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് പലസ്തീനികളുടെ ഈമാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പലസ്തീൻ ചിരിക്കാതെ ലോകം അവസാനിക്കുകയില്ല. പലസ്തീൻ ചിരിക്കാതെ ലോകം അവസാനിക്കുകയില്ല. 150ഓളം കയ്യിലുള്ള 300-ലധികം വരുന്ന ഇസ്രായേലി തടവുകാരെ പലസ്തീന്റെ കയ്യിൽ നിന്ന് യാചിച്ച് അവർ മോചിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ച രംഗം, അവസാനം വെടിനിർത്തൽ കരാറ് അത് അംഗീകരിച്ചപ്പോൾ ഓരോന്നായിട്ട് ഒരു കേടുപാടുകളുമില്ലാതെ ബന്ദികളെ വിട്ടുകൊടുത്ത ഹമാസിന്റെ മനസ്സ്, ഇതൊക്കെ ലോകം വായിക്കുകയാണ് എന്നാണ്. ഇവിടുത്തെ ഗവൺമെന്റിന്റെ ശരീഅ നിയമം നടപ്പിലാക്കുന്ന പള്ളി വളപ്പാണത്. അപ്പൊ അവിടെ പറഞ്ഞിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ്, നബിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച മുന്തിരിത്തോട്ടമുള്ള സ്ഥലത്ത് എന്തുണ്ടായി? പിന്നീട് ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു. ആ പള്ളിക്ക് മസ്ജിദ് അദ്ദാസ എന്ന് പേര്. ഇന്നും ആ മുന്തിരിത്തോട്ടമില്ലെങ്കിലും ഇപ്പൊ സ്ട്രോബെറിയാണ്. അതിന്റെ അടുത്ത് ഒരു പള്ളി, ഹദ്ദാസ പള്ളി നമുക്ക് കാണാം. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു പള്ളിയിലേക്കാണ് പോകുന്നത്. ചരിത്ര പുരുഷന്റെ പള്ളിയിലേക്കാണ് പോകുന്നത്. അദ്ദേഹത്തിന്റെ ഖബർ ഇവിടെ ഉണ്ട്. ആരാണത്? സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. ആരാണ് ഇബ്നു അബ്ബാസ്? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യനാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനാണ്. അവിടുത്തെ വാപ്പയുടെ അനുജനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഭാര്യ ഗർഭിണിയായപ്പോ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു, നബിയെ, എന്റെ പെണ്ണുങ്ങൾ ഗർഭിണിയാണ്, ഉമ്മുൽ ഫളിൽ ഹാമിൽ, എന്റെ ഭാര്യ ഗർഭിണിയാണ്, നിങ്ങളൊന്ന് ദ്വാരക്കണം. റസൂലുള്ളാഹി ദ്വാരുന്നു. ആ ദുആഇന്റെ ഫലമായി ലഭിച്ച കുസുമമാണ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അദ്ദേഹം വളർന്ന് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി, വാപ്പിയും ഞങ്ങൾക്ക് ഈ കുട്ടി ഞങ്ങൾക്ക് തരികയാണ് നബി ആണ്. നബിന്റെ അടുത്തുകൊണ്ടേ ഏൽപ്പിച്ചു. നബി അവിടെ അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, അല്ലാഹുമ്മ അല്ലിംഹു തഅവീൽ. അല്ലാഹുവേ, ഈ കുട്ടിക്ക് ഖുർആനിന്റെ ആ അനശ്വരമായ ജ്ഞാനം അറിയിച്ചു കൊടുക്കണേ അല്ലാഹ്. നബി തങ്ങൾ അങ്ങോട്ട് ഈ കുട്ടിക്ക് എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മുഫസ്സിറാണ് ആര്? തർജുമാനുൽ ഖുർആൻ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുണ്ട്. അവരുടെ പേരുള്ള ലൈബ്രറി ഉണ്ട്. അവരന്ന് താമസിച്ചിരുന്ന വീടുണ്ട്. അവരുടെ കിണറുണ്ട്. അവരുടെ പേരിലുള്ള തായിഫിലെ പള്ളിയുണ്ട്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആരും ഉംറക്ക് വരാൻ ചെയ്യേണ്ട സ്ഥലമല്ല കേട്ടത്. അവിടെ നീയത്തൊന്നും ആരും വെക്കണ്ട. ഇവിടെ എന്താ ഉള്ളത് അറിയോ? ഇവിടെ പള്ളിയിൽ കയറുക, ലുഹ നിസ്കരിക്കുക. അപ്പൊ ഒരു സമയം കഴിഞ്ഞല്ലേ ബാങ്ക് കൊടുത്തോ? ലുഹ നിസ്കരിക്കാനുള്ള ഒരു ലുഹ നിസ്കരിക്കുക, 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക. എന്നിട്ട് എങ്ങോട്ട് പോകരുത്, ആ പള്ളി വളപ്പിൽ ഒരു സ്ഥലം കാണിച്ചു തരും, അവിടെ ഇരിക്കുക. വീട്ടിലത് തായിഫിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ ശിഷ്യനായിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മഖ്ബറ സിയാറത്ത് ചെയ്യാനാണ് കാര്യമായിട്ട് എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ യാത്രയിലാണ്.
പിന്നെന്താ നിങ്ങളില്ലല്ലേ അതില് ചെയ്യട്ടോ. ഇവിടെ വന്നപ്പോ ഒരു വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയാണ്. മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ ആളുകൾ സിയാറത്ത് കഴിഞ്ഞിട്ട് തായിഫില് നബിസ്വല്ലല്ലാഹുഅലൈഹി കല്ലെറിഞ്ഞ അതുപോലെ കൂക്കി വിളിച്ച നാട്ടിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഖബർ ഇവിടെയാണുള്ളത് എന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മഖബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണുള്ളത്. പഴയ കാലത്തുള്ള പള്ളിയാണ്. ഇവിടെ ഒന്ന് സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് ഉംറയുടെ ഭാഗമായുള്ള അവസാനത്തെ സന്ദർശനമാണ് തായിഫ്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇനി ഞങ്ങൾക്ക് ഒന്ന് സിയാറത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. വിശാലമായിട്ടുള്ള പള്ളിയല്ല, തായിഫിലെ ഏറ്റവും വലിയ പള്ളിയായിരിക്കും തോന്നുന്നത്. ഒരുപാട് കവാടങ്ങളുള്ള ഒരു പള്ളിയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ 2 റക്അത്ത് തഹിയ്യത്തും ദുഹാനമസ്കാരവും നിർവഹിക്കാൻ പോവുകയാണ്. ഈ പള്ളിയുടെ പേര് മസ്ജിദു അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അവരെ പേരിലുള്ള പള്ളിയാണ്. ഇതിന് തന്നെ 100-ലേറെ വർഷം പഴക്കമുണ്ട്. മനസ്സിലായില്ലേ? അതിപുരാതനമായ അദ്ദേഹത്തിൻ്റെ വീടും ഒരു കിണറും അദ്ദേഹം ദർസ് നടത്തിയ സ്ഥലവും ഈ കെട്ടിടത്തിൻ്റെ ബാക്ക് സൈഡിലാണ്. അത് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ യൂട്ടേൺ ചെയ്യുമ്പോൾ കാണും. മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങൾ കിടക്കുന്നത് ഈ മക്ബറയിലാണ്. ഇതിനുള്ളിൽ ഇത് മക്ബറയാണ്. ലോകത്തെ ഏറ്റവും വലിയ മുഫസ്സിർ, ഖുർആൻ വ്യാഖ്യാതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു അല്ലേ, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്. നമ്മൾ ലൈലത്തുൽ ഖദറിന്റെ മാസമാണിത്. അള്ളാഹു നമുക്ക് തരട്ടെ. ലൈലത്തുൽ ഖദർ 27 രാവിലാണ് എന്ന് കട്ടൻട്രിയായി പറഞ്ഞ മഹാനാണ് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അതിന് അദ്ദേഹം ഖുർആനിലെ ചില തെളിവുകളാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ. അവിടെ എത്ര ലൈലത്തുൽ ഖദർ ഉണ്ട് നോക്കിയാണ് നിങ്ങൾ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ 1, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ അവിടെ എത്ര ഉണ്ട്? 2. പിന്നെ ലൈലത്തുൽ ഖദരി അവിടെ 3 ലൈലത്തുൽ ഖദർ. ആ ഓരോ ലൈലത്തുൽ ഖദറിലും എന്താണുള്ളത്? 9 അക്ഷരങ്ങളാണ് ഒരു ലൈലത്തുൽ ഖദർ എന്നുള്ള വാക്കിലുള്ളത്. 3 9 എത്ര? 27. ആ കണക്ക് പ്രകാരം 27 രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് കാൽക്കുലേഷൻ ചെയ്ത് ആധികാരികമായി പറഞ്ഞ പണ്ഡിതനാണ് റസൂലുള്ളാഹിന്റെ അരുമ ശിഷ്യനായ നബിയിൽ നിന്ന് ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാൻ. ഈ മഹാൻ വഫാത്തായ സമയത്ത് അദ്ദേഹത്തിന്റെ ദേഹം വിട്ടുപിരിയാതെ ഒരു പക്ഷി വന്നു നിൽക്കുന്നു. കഫംപുടയിൽ പക്ഷി ഇറങ്ങി നിൽക്കുന്നു. ഒരു നിലക്കും പിരിഞ്ഞു പോണില്ല. അത്രമാത്രം ആ പക്ഷിക്ക് മഹാനവറുകളോട് അഭേദ്യമായ സ്നേഹബന്ധമുണ്ടായിരുന്നു. ആ കഫംപുട പിരിഞ്ഞു പോകാതെ നിൽക്കുക. അങ്ങനെ ആ പക്ഷിയെ കൂടെ മറവ് ചെയ്തു തരുന്നു. അങ്ങനെയുള്ള മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി അബ്ബാസ് എന്ന് പറഞ്ഞാൽ സ്വഹാബിയാണ്. നമ്മളെ നാട്ടിൽ നിന്ന് പല മക്ബറയും സിയാറത്തിന് പോയുണ്ട്. അജ്മീർ പോകാറുണ്ട്, മമ്പുറം പോകാറുണ്ട്, മടവൂര് പോകാറുണ്ട്, ഏർവാടി പോകാറുണ്ട്, ഒക്കെ പോകാറുണ്ട്. അവരെക്കാളൊക്കെ നമ്മളവിടെയൊക്കെ താല്പര്യപൂർവ്വം പോകണം. എന്നാൽ അവരെക്കാളൊക്കെ വലിയ പോരിശുള്ള ആളാണ് ഇവിടെ കിടക്കുന്നത്. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ സ്വഹാബിയാണ്. ആരാണ് സ്വഹാബി? സ്വഹാബി എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുകയും നബിയുടെ സദസ്സിൽ കുറച്ച് നേരം ഇരിക്കുകയും നബിയുടെ കൂടെ ചേർന്ന് മുഅ്മിനായ ആൾക്ക് പറയുന്ന പേരാണെന്ത്? സ്വഹാബി. ആ സ്വഹാബികളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞെന്താ? സ്വഹാബി കന്നുജൂമി ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈ. എൻ്റെ സ്വഹാബത്ത് നക്ഷത്രത്തെ പോലെയാണ്. അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയോ നിങ്ങൾ നേർമാർഗത്തിലാണ്. ഇബ്നു അബ്ബാസ് തങ്ങളെ നമ്മൾ ഏത് വിഷയത്തിനും ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. കാരണം
ലോകത്തെ ഏറ്റവും വലിയ ഖുർആൻ മുഫസ്സിറാണ് ആര്? അദ്ദേഹം പറഞ്ഞതിന് പിന്നെ മറ്റൊരു വാക്ക് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ മനുഷ്യൻ മഹാന്റെ അടുത്താണ് നമ്മൾ എത്തിയത്. അള്ളാഹു നമ്മളെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി റാഹത്താക്കി തരാൻ ഈ മക്ബറ ഒരു കാരണമാണ്, ഒരു സബബാണ്. രണ്ടാമത് നമുക്ക് ഇനി കാണാനുള്ളത് ഇവിടെ കുറച്ച് അപ്പുറത്ത് മഴ അല്ലെങ്കിൽ നമുക്ക് അവിടെ പോകാം, അല്ലെങ്കിൽ നമ്മൾ ബസ് കയറാം. മഴ നല്ലോണം പെയ്യാനായിട്ട് പോകാൻ പറ്റൂല. നമ്മളെ നാട്ടുകാരനായ കാക്കത്തറക്കൽ ഉമറുൽ ഖാദി. ഉമർ ഖാദിയെ പരിചയം ഉണ്ടോ? കേട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാവില്ല, ഏതായാലും കേട്ടിട്ടില്ലേ? എവിടെയാണ് ഉമർ ഖാദി കിടക്കുന്നത്? പൊന്നാനിക്കടുത്തുള്ള വെളിയങ്കോട് അല്ലേ? വൈദേശികാധിപത്യത്തിനെതിരെ സമരം നടത്തിയ മഹാനാണ് ആര്? നികുതി നിഷേധ പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളാണ് അല്ലേ? എന്റെ പൊക്കിൽ കൂടെ കൊടി പിറന്ന മണ്ണിന് ഞാൻ നികുതി കൊടുക്കില്ല എന്ന് ബ്രിട്ടീഷ് അധികാരികളുടെ മുഖത്ത് നോക്കി പള്ളിയുടെ മെഹ്റാബിൽ നിന്ന് സംസാരിച്ച മഹാനാണ് ഉമർ. നിമിഷ കവിയാണ്. ഒരു തീവണ്ടി ഇങ്ങനെ പോവാൻ അതിനെ കുറിച്ച് പാട്ടുണ്ടാവും. അങ്ങനെ നിമിഷ കവിയും ആലിമുമായ മഹാനായ അതാണ് എന്തോ ഒരു നിയമത്തോടെ ഇറങ്ങാൻ പോവാന്ന്. ഇത് ത്വായിഫാറിന് ഏകദേശം ഒരു ഊട്ടി ക്ലൈമറ്റ് ഉണ്ടാവും, ഇടക്കിടക്ക് ഇങ്ങനെ തണുപ്പുണ്ടാവും. അപ്പൊ ഏതായാലും വല്ലാതെ പൊട്ടലും നമ്മൾ പോവല്ലേ. അൽഫാത്തിഹ. ഇതാണ് മക്ബറ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله. കുറച്ച് വീട് പൊഞ്ഞെടുക്കുന്നുണ്ട്. അവിടെയാണ് ആ ജൂത പെണ്ണിന്റെ വീട്. രണ്ടാമതായി സൗദി ബോർഡ് വെച്ച ഈ സ്ഥലത്ത് ഇതായി വലിയ പാറക്കല്ലിനെടുത്ത് റസൂലുള്ളാഹിനെ മുറിവേറ്റ് കിടക്കുകയാണ്. അപ്പൊ നോക്കൂ, അതിന്റെ മുകളിലേക്ക് നോക്കൂ, വലിയൊരു ഭീമാകാരമായ പാറ നിൽക്കണുണ്ടെങ്കിൽ അവിടെ നോക്കി, അങ്ങോട്ട് നോക്കി, വലിയൊരു കല്ലുണ്ടോ? ഇതാ ആ ഒരു കട്ട അതിന്റെ താഴെ രണ്ട് പൂള്, രണ്ട് കട്ട താങ്ങി നിർത്തുന്നു. ആ രണ്ട് കട്ട 1400 വർഷം. ആ ഡാമിന്റെ ശില്പി കിടക്കുന്നത് ഈ മക്ബറയിലാണ്. ഇക്രിമ റളിയല്ലാഹു അൻഹു. അതിന്റെ ഉള്ളിൽ ഈ മതിൽ കെട്ടുന്ന ഒന്ന് ഒരു ഹറമിലേക്കൊക്കെ വെള്ളം കൊടുത്തുന്ന പുരാതന കാലത്തെ ഡാമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.